ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇത് കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് നാളായി. പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ അങ്ങ് നീണ്ടുപോയി. ജനുവരിയിൽ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഞങ്ങളുടെ ബർത്ത്ഡേ സമയത്ത് എൻ്റെയും മോളുടെയും പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഒരുമിച്ചിട്ടായിരുന്നു. അടുത്തടുത്തുള്ള ദിവസങ്ങളിലാണ് വരുന്നത്. അപ്പം അന്ന് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. അന്ന് ചെറുതായിട്ടുള്ള കേക്ക് കട്ടിങ്ങും ഒക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ ട്രിപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ലോങ് ഗ്യാപ്പ് വരും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെന്നൊന്ന് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിത് കേക്ക് കട്ട് ചെയ്തു. ഞങ്ങളുടെ ആനിവേഴ്സറിൻ്റെയും മോളുടെ ബർത്ത്ഡേയുടെയും ഒക്കെ കേക്ക് കട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ചാണ്. ഇതിപ്പോൾ മോള് ഞങ്ങൾക്ക് ആനിവേഴ്സറിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അവളുടെ കയ്യിലുള്ള കുറച്ച് കോയിൻസും പിന്നെ കുറച്ച് മരുന്നൊക്കെ, ത്രോട്ട് പെയിനൊക്കെ യൂസ് ചെയ്യണം മരുന്നൊക്കെയാണ് അവൾ തന്നേക്കണേ. നമ്മുടെ പ്രായത്തിനനുസരിച്ച് തന്നെയാണെന്ന് തോന്നും. എന്തായാലും കൊള്ളാം. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ആനിവേഴ്സറിയുടെയും എൻ്റെ ബർത്ത്ഡേയുടെ ഒക്കെ ഏട്ടൻ ഗിഫ്റ്റൊക്കെ തന്നു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഓൾറെഡി ഞങ്ങൾ പാക്കിങ്ങും റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമായിരുന്നു ഈ കലാപരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത്. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഇതാ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു വീഡിയോ ആയിട്ട്. ആക്ച്വലി നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു വീഡിയോന് ശേഷം പിന്നെ ഞാനിപ്പോൾ ഒരു 3-4 മാസമായെന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ഓഫീസിലാണെങ്കിലും ഇപ്പോൾ 4 ദിവസം പോകണം. അങ്ങനെ റൂട്ടീനൊക്കെ കുറച്ച് ചേഞ്ച് ആയി. അപ്പം ആ സമയത്ത് ഒരു ചെറിയൊരു ബ്രേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ അങ്ങനെ അങ്ങ് ബ്രേക്ക് ആയിപ്പോയി. അപ്പോൾ തിരിച്ച് കാരണം എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പറ്റിയില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇന്ന് നല്ലൊരു ദിവസമാണ്, അപ്പോൾ തിരിച്ച് കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്ക് ഈ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രേഷൻ വീക്കാണ്. എൻ്റെ ലാസ്റ്റ് ഇയറിലെ വീഡിയോ ഒക്കെ കണ്ട ആൾക്ക് അറിയായിരിക്കും. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും മോളുടെ ബർത്ത്ഡേ പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഒരു എന്താ പറയുക 2-3 ദിവസം തുടർച്ചയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര ഒരു സെലിബ്രേഷൻ വീക്കായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. സാധാരണയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടൊക്കെ ചെയ്യും. ലാസ്റ്റ് ടൈം ആണെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പ്ലാനൊക്കെ ഒന്ന് മാറ്റി. ഞങ്ങളൊരു 3 ദിവസത്തെ ട്രിപ്പ് ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇപ്പം US-ലൊരു ഡ്രൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ പോയിട്ട് ഇന്ന് ആക്ച്വലി നേരത്തെ ഇറങ്ങണം എന്നൊക്കെയുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നലെ രാത്രി തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് വയ്യാണ്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ പോണത്. പക്ഷെ കുഴപ്പമില്ല, നമ്മളിപ്പം റിലാക്സ് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പോകണേ. അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പോവാം എന്നുള്ളൊരു മൈൻഡിനെ പാകപ്പെടുത്തിയിട്ട് നടക്കുകയാണ്. അപ്പോൾ അതാ ചോച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ചോച്ചിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി. ചോച്ചി ഭയങ്കര ഹാപ്പിയായി. ചോച്ചി ഹാപ്പിയായി. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പം അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് പോവുകയാണ്. നന്നായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഒഹായോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് പോണത്. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾക്കിങ്ങനെ ഒഹായോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് പോണത്. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിങ്ങനെ 3 പേർക്കും ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം പോയിട്ട് അവിടെ കുറേ ടൂറിസ്റ്റ് പ്ലേസ് ആണോ അങ്ങനെയൊന്നും നോക്കിയിട്ടൊന്നുമല്ലാണ് പോകുന്നത്. ഞങ്ങൾ പുതിയ സ്ഥലം കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ പോവുക, അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. അത് ഭയങ്കര ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്തിട്ട് പോവുക, അവിടെ ഒരു ഹോട്ടലിൽ നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ. അപ്പോൾ ഇന്ന് നേരത്തെ പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അവിടെ പോയിട്ട് നാളെ അവിടുന്ന് തിരിച്ച് നയഗ്രയിലോട്ട് പോയി. നയഗ്രയിൽ ഒരു വാട്ടർ പാർക്ക് ഹോട്ടലിലാണ് നിൽക്കാൻ പോകുന്നത്. അപ്പം അതൊക്കെ വഴിയെ പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ US-ലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ US-ൽ ഓൾമോസ്റ്റ് എത്താനായി.
ഞങ്ങളിത് അങ്ങനെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് US എത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ നയാഗ്ര ത്രൂ ആണ് ബോർഡർ ക്രോസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒൻറ്റാറിയോയിലുള്ളവർക്ക് വേണമെങ്കിൽ കിങ്സ്റ്റൺ വഴി വിൻസർ ഓട്ടോവ വഴിയൊക്കെ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നയാഗ്ര ത്രൂ ക്രോസ് ചെയ്യാനാണ് എളുപ്പം. അപ്പോൾ ഇതാ ഞങ്ങൾ ബഫലോ ന്യൂയോർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മുടെ റോഡിൻ്റെ റൂൾസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് റൂൾസൊക്കെ ഏകദേശം കാനഡയും US ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഓൺലി വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്പീഡ് ലിമിറ്റൊക്കെ അവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് മൈൽസിലാണ്. കാനഡയിലാണെങ്കിൽ അത് കിലോമീറ്ററിലാണ് എഴുതിയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചില കാറുകളിലൊക്കെ ആണെങ്കിൽ GPS ഡിറ്റക്ട് ചെയ്തിട്ട് ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് അപ്ഡേറ്റ് ആയിട്ട് മൈൽസിലോട്ട് മാറും. ഈ കരോക്കെ സെറ്റ് എൻ്റെ ചേച്ചി അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതിൻ്റെ ഒരു ആവേശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 4-4.5 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ ഒഹായോയിലെത്തി. ഒഹായോയിൽ ക്ലീവ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു കേട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഹിൽട്ടൺ എംബസി സ്വീറ്റ്സിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഞങ്ങളങ്ങനെ റൂമിലെത്തി. ഞങ്ങൾ ഒരു കിങ് ബെഡ് സ്വീറ്റ് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കയറുന്ന സ്ഥലത്തൊരു ലിവിങ് സ്പേസ് ആയിരുന്നു. കൗച്ചും TV ഒക്കെ വെച്ചിട്ട് ഉള്ളൊരു സെറ്റപ്പായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ തന്നെ ഒരു കോഫി സ്റ്റേഷൻ ഉണ്ട്. കോഫി പിന്നെ ഫ്രിഡ്ജ്, മൈക്രോവേവ് ഓവൻ ഒക്കെ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ കോഫി സ്റ്റേഷനടുത്ത് ഇങ്ങനെ സിങ്ക് കാണാറില്ലല്ലോ, ഇവിടെ സിങ്ക് ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത്യാവശ്യം റൂമൊക്കെ നല്ല വലിപ്പമുണ്ടായിരുന്നു, നല്ല നീറ്റായിരുന്നു എല്ലാ സ്ഥലവും. നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് സ്വിമ്മിംഗ് പൂളിൽ പോകാമെന്നുള്ളതാണ്. മോൾക്ക് പൂളിലിരുന്നിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആദ്യം ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം ചെയ്യുക പൂളിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം കളിക്കാം.
പിന്നെ നമ്മുടെ സ്റ്റേയിൽ 2 കോംപ്ലിമെൻ്ററി ഡ്രിങ്ക് പെർ പേഴ്സൺ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പൂള് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് 2 ഡ്രിങ്കൊക്കെ കുടിച്ചു. കുറച്ച് സ്നാക്കും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. ഞങ്ങളങ്ങനെ തിരിച്ച് റൂമിലെത്തി. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഹോട്ടലിൽ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല റിവ്യൂ ആണ് ഈ റെസ്റ്റോറൻറ്റിന്. പക്ഷേ ഞങ്ങൾ അവിടെയല്ല പോകുന്നത്, ഹോട്ടലിന് വെളിയിലെത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ എല്ലാ റിവ്യൂസും ഒക്കെ നോക്കിയിട്ട് ഇവിടെ ഏറ്റവും നല്ല റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നത് ബോൺഫിഷ് ഗ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പം അതൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ്. അപ്പം നമുക്ക് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. സ്റ്റാർട്ടറിന് അവരൊരു സോർബണ്ണും ഗാർലിക് സോസും ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. അതൊരു കോംപ്ലിമെൻ്ററി ആയിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബാങ് ഷ്രിമ്പായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ മെയിൻ കോഴ്സിന് ഞാൻ ഓർഡർ ചെയ്തത് ഒരു സാമൺ പ്ലേറ്റ്, അത് ഒരു സാമൺ ഫ്രൈ, പിന്നെ കുറച്ച് റൈസ് വെജീസൊക്കെ വെച്ചിട്ടുള്ളൊരു പ്ലേറ്റായിരുന്നു. ഏട്ടൻ വന്നിട്ട് ചിക്കൻ സീസർ സാലഡായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൾക്ക് വന്നിട്ട് മാക്ക് ആൻഡ് ചീസ്. പക്ഷേ റിവ്യൂവിൽ പറയണ ഞങ്ങൾക്ക് അത്രയും നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും ഗ്രേറ്റ് ഒന്നും ആയിരുന്നില്ല ഫുഡ്. പക്ഷേങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പ്രൈസും വെച്ചിട്ട് നമ്മൾ കാനഡ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈസും ഇച്ചിരി കൂടുതലായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഞങ്ങൾ റൂമിൽ പോവുകയാണ്. ഇനിയിപ്പം ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല. നാളെയാണ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ആക്ച്വലി ഈ സ്ഥലം കുട്ടികളെയും കൊണ്ടിട്ട് പോകാനായിട്ട് ഭയങ്കര നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കുട്ടികളായാലും ഞങ്ങളും ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നാളത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അല്ലെങ്കിൽ ഇത് വീഡിയോ ഭയങ്കരമായിട്ട് നീണ്ടു പോകും. അപ്പം നമുക്ക് നാളത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.